മുൻപ് ഒരു ഓഫർ പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ദുബായ് മിറാക്കിൾ ഗാർഡന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയാം. മിറാക്കിൾ ഗാർഡനിലേക്ക് ഫാമിലീസിന് വീണ്ടും ഫ്രീ എൻട്രി അനൗൺസ് ചെയ്തിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇതുപോലെ ഒരു സൗജന്യ പ്രവേശനത്തിന്റെ ഓഫർ പ്രഖ്യാപിച്ച സമയത്ത് നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള അത്രയും വലിയ ക്രൗഡ് വരികയും അവർ ആ ഓഫർ പിൻവലിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങളോട് കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഓഫർ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സീസൺ അവസാനിക്കാൻ ഈ ഒരു മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്ന് മെയ് 1 തൊട്ട് മെയ് 31 വരെ ദുബായ് മിറാക്കിൾ ഗാർഡനിലേക്ക് ഫാമിലീസിന്, കുടുംബങ്ങളായി വരുന്നവർക്ക് ഫ്രീ എൻട്രി ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് വീക്കെൻഡ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും ബാധകമല്ല. അതായത് ശനി, ഞായർ, മറ്റ് പൊതു അവധി ദിവസങ്ങൾ ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഫാമിലീസിന് ഫ്രീ എൻട്രി ആണ്. UAE റെസിഡന്റ് ID വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ID കയ്യിലുള്ള ആളുകൾക്ക് 30 ദർഹംസിന് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം. 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയുമാണ്. 15 കോടി പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള ദുബായിയുടെ ഈ ഒരു ഐക്കോണിക് വിസ്മയം തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോയി ആസ്വദിക്കാം. UAEയിലെ സ്കൂളുകൾക്ക് നീണ്ട 9 ദിവസത്തെ ഈദ് ഹോളിഡേയ്സ് വരുന്നത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈദ് ഹോളിഡേയ്സ് ശരിക്കും വരുന്നത് മെയ് 25 തൊട്ട് മെയ് 29 വരെ ഉള്ള 5 ദിവസങ്ങളിലാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് മെയ് 23, 24, അതിനുശേഷം വരുന്ന മെയ് 30, മെയ് 31 എന്നീ വീക്കെൻഡുകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് 9 ദിവസം വരുന്നത്. ദൂരസ്ഥലങ്ങളിലുള്ള വിനോദ കേന്ദ്രങ്ങളിലേക്കോ മറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കോ ഒക്കെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് വലിയൊരു അവസരം തന്നെയാണ്. നാട്ടിലെ അതിശക്തമായ ചൂടിനെ കുറിച്ച് നമ്മൾ ന്യൂസിലും മറ്റും കാണുന്നുണ്ട്. നാട്ടിൽ മാത്രമല്ല, UAEയിലെ ചൂടും നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം സൂചിപ്പിക്കുന്നു. റാസൽ ഖൈമയിലെ പർവ്വത പ്രദേശങ്ങളിലൊക്കെ പൊതുവെ താപനില സുഖകരമായ രീതിയിലാണ് ഇപ്പോഴെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പകൽ സമയത്ത് അവിടെ പോലും രക്ഷയില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കിങ്ങിനായി പോയ സംഘത്തിലെ ഒരു വനിത ഈ മല കയറുന്നതിനിടയിൽ വെച്ച് ക്ഷീണിതയാവുകയും ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ഫിറ്റ്സ് വരികയും ചെയ്തു. വളരെ ദൂരെയുള്ള ഒരു ഔട്ടർ പ്രദേശമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരുന്നു. അവസാനം വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗൈഡിന്റെ സഹായമാണ് അവരുടെ ജീവൻ രക്ഷിച്ചതെന്ന് വേണം പറയാൻ. ഫൈസൽ ഷമാനി എന്ന് പറയുന്ന ഈ ഗൈഡാണ് ആ സ്ത്രീയെ സമയോചിതമായ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അദ്ദേഹം അതിസാഹസികമായി പ്രഥമ ശുശ്രൂഷകൾ നൽകിയ ശേഷം തൻ്റെ ചുമലിലെടുത്ത് 3 മണിക്കൂറോളം നടന്ന് താഴെ ഇറങ്ങി സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആ പോയിന്റിലേക്ക് ആംബുലൻസും പോലീസ് സന്നാഹങ്ങളും ഒക്കെ എത്തിയിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഹൈക്കിങ്ങിന് പോകുന്നവരോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് ഹൈക്കിങ്ങിന് അത്ര റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പീരീഡ് അല്ല. ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിരാവിലെ പോകുക, അല്ലെങ്കിൽ വൈകുന്നേരം വെയിൽ ആറിയതിനു ശേഷം പോവുക. കാലാവസ്ഥയുടെ ഒരു തീവ്രത നമ്മൾ ഒരു കാരണവശാലും സിമ്പിളായി എടുക്കരുത്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ചൂടാണ് പുറത്ത്. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും 1 മണിക്കൂറിൽ ചുരുങ്ങിയത് 1 ലിറ്റർ വെള്ളമെങ്കിലും ഇങ്ങനെ പോകുന്ന ആളുകൾ കൺസ്യൂം ചെയ്യണമെന്നും പറയുന്നുണ്ട്. പിന്നെ പോകുമ്പോൾ ഗ്രൂപ്പായി പോകാൻ ശ്രദ്ധിക്കുക. ഒപ്പം ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു ഗൈഡിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, 2026 മെയ് 1 വെള്ളിയാഴ്ച.